ഷാജി രാഘവൻ, ഈ ADGPയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ചും BJP മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഒപ്പം ADGP MR അജിത് കുമാറും അടക്കമുള്ളൊരു ഗൂഢസംഘം പോലീസിനെ നയിക്കുന്നുവെന്നും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നുമാണ് PV അൻവറിൻ്റെ ആരോപണത്തിൻ്റെ കാതൽ. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ, കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ, മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. BJPക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്, ഷാജി രാഘവൻ? ഡോക്ടർ അരുൺ, ആദ്യമേ ഒരു തിരുത്ത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞത്, താങ്കൾ ഇവിടെ ഞാനിത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കണ്ടു, ചർച്ചയുടെ ഒരു ടാഗ് ലൈൻ തന്നെ ചർച്ചയിലെ അയിത്തം, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ കക്ഷികൾ, നേതാക്കന്മാർ പരസ്പരം കാണുന്നതിൽ ഒരു അയിത്തവും പാടില്ല. ജനാധിപത്യത്തിൽ അത് ഭൂഷണമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് ശ്രീ സുരേഷ് ഗോപി ആ വേദിയിൽ ചെയ്തത്. അതിനപ്പുറത്ത് രാഷ്ട്രീയ ഐത്തം ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. രാഷ്ട്രീയ ഐത്തം കുറ്റകരമാണെന്നാണ് PS ശ്രീധരൻപിള്ള പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണല്ലോ ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. എനിക്ക് പുച്ഛമാണെന്ന് ശ്രീ സുരേഷ് ഗോപി സൂചിപ്പിച്ചു. അത് പാർട്ടിയുടെ നിലപാട് തന്നെ, അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് ശ്രീ അൻവർ വീണ്ടും നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമായിട്ട് വന്നു എന്ന് പറയുന്നു. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ADGPക്കെതിരെ പാർട്ടിയുടെ നിലപാടെന്ന്. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വളരെ സുവ്യക്തമായിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. എന്തായിരുന്നത്? ശ്രീ അൻവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വന്ന് ആദ്യം പറയുമ്പോൾ ഈ RSS നേതാവിനെ ADGP കണ്ടതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ളത് ഈ ADGPയുടെ പേരുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടുമുകളിലേക്ക് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവരൊക്കെ തന്നെ ആ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട്, കാരണം രാജ്യദ്രോഹം അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള വകുപ്പുകൾ വരുന്ന കേസുകളാണ് ശ്രീ അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗ്രാവിറ്റി കണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അവരിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസി വരെ അന്വേഷിക്കണം എന്ന് കൃത്യമായ നിലപാടെടുത്തൊരു പാർട്ടി ADGPയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ എന്ത് നിലപാടെന്ന് ഉള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഞങ്ങൾ ADGPയുടെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, നമുക്കറിയാം ശ്രീ അൻവർ ഈ വിഷയം കേരളത്തിൽ ഉന്നയിച്ചതിന് ശേഷം പിന്നീട് കേരളം കാണുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഗോൾ കീപ്പറായിട്ട് മാറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ വല സംരക്ഷിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അൻവർ ഉന്നയിച്ച എല്ലാ വിഷയവും മാറ്റിവെച്ചിട്ട് RSSന്റെ ഒരു നേതാവിനെ ADGP കണ്ടതിലേക്ക് ചർച്ച വലിച്ചിരിച്ചുകൊണ്ട് വരികയും BJPയുടെ ആരോപണം. ഒരു സെക്കൻഡ്, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ ഷാജി. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. ശരി. അപ്പൊ വളരെ കൃത്യമായി ഇവിടുത്തെ UDF LDF പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യം അവസാനിപ്പിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി, കഴിഞ്ഞ 2-3 ദിവസമായി ഇടതുപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്ന പോകാനുള്ള വഴി അടച്ചു കൊടുത്തത് നരേന്ദ്രമോദിയും BJPയും ആണെന്ന് മാത്രമല്ല, കേരളത്തിലെ BJPക്ക് അതിന്റെ ഗുണം കിട്ടിയത് കൊണ്ട് അതിന്റെ പിൻബലത്തിലാണ്, അതിന്റെ പിന്തുണയാണ് BJP നേതൃത്വം കൊടുക്കുന്നത്. ഇത്രയേറെ വിഷയം ഉണ്ടായിട്ട് കഴിഞ്ഞ ചാനലിൽ ഞാനൊരു BJP വക്താവോട് നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പിറ്റേ യുവമോർച്ചക്കാർ ഒരു സമരവുമായി മുമ്പോട്ട് പോയത്. ആ ഘട്ടത്തിൽ ആരാണ് ഈ BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും സോറി ഡോക്ടർ B ജയരാജ്, റിജിൽ ബാക്കുറ്റി, ഷാജി രാഘവൻ ചർച്ചയിൽ ചേർന്നതിന് ഇനി പ്രേക്ഷകർ